വിളിക്കണേ. ഞാൻ സംസാരിച്ചാലേ എന്തേലും പറഞ്ഞു പോകും. നീ ഒന്ന് സംസാരിച്ചേ. ഹലോ, അല്ല അളിയനാ ബെർണാഡ്. അവിടെ എന്തെങ്കിലും എന്താ പ്രശ്നം ഉണ്ടായത്? അവൻ എപ്പോഴെങ്കിലും മനസ്സിലായില്ലോ അത് പ്രശ്നമാവുന്നു. നിങ്ങൾക്കും അറിയാമായിരിക്കുമല്ലോ അത് പ്രശ്നമാവുന്നു അല്ലേ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഒന്ന് തെളിച്ച് പറയൂ. ആദ്യം നിങ്ങൾ ഇങ്ങോട്ട് വായോ, നമുക്ക് ഡിസൈഡ് ചെയ്യാൻ എന്താ വേണ്ടെന്ന്. ഞങ്ങൾ അങ്ങോട്ട് തന്നെ വരിക. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, അവൻ വണ്ടി എടുത്ത് എങ്ങോട്ടോ പോയിട്ടുണ്ട്. ഞങ്ങൾ അന്വേഷിക്കാന്ന് പറഞ്ഞല്ല അന്വേഷിച്ചു. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ പോലീസും മറ്റേ ഞാൻ നോക്കൂല, അരിഞ്ഞുകളെല്ലാം. അയ്യോ അല്ല അത് പോട്ടെ, ഈ ഏത് വണ്ടിക്കാവും പോയത്? ആ നമ്പർ ഇങ്ങോട്ട് പറഞ്ഞേ, ഞാൻ അന്വേഷിക്കാം. നമ്പർ ഒന്നുമില്ല, 4 രജിസ്ട്രേഷൻ വണ്ടി, ആ കല്യാണ വണ്ടി. സർ, എന്തുട്ടുണ്ട് അയാൾ പറഞ്ഞേ? ചെറുതായിട്ടൊന്നും വരണുണ്ട്, നോക്കാം. അത്രയ്ക്ക് അങ്ങ് പറയണ്ടായിരുന്നു, കുറച്ചുകൂടെ ഒരു മൃദുവായിട്ട്. ഇതൊക്കെ ആ പെണ്ണുമ്പളാണ് സൂക്കടാ. ദൗരിക്കാശി കിട്ടി അന്ന് മുതൽ കാണുന്ന ഞാൻ അവരുടെ മുഖം. എന്തെങ്കിലും പറഞ്ഞ് അവനെ വിഷമിച്ചിട്ടുണ്ടാവും. ഇതൊന്നുമല്ല, അവന്റെ ഏതെങ്കിലും മണ്ടൻ കൂട്ടുകാരന്മാരെ അവനെ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് ചെയ്യിപ്പിച്ചു കാണും. എന്ത് ചെയ്യിക്കാൻ? അങ്ങനെ എന്തെങ്കിലും അവനെ കൊണ്ട് ആരെങ്കിലും ചെയ്യിപ്പിച്ചതാണെങ്കിൽ അത് അവന്റെ അവസാനമായിരിക്കും. അല്ല, ഇനി അച്ഛനും നീയും കൂടി എന്തെങ്കിലും. അതല്ല, 4 രജിസ്ട്രേഷൻ വണ്ടിയല്ലേ, സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിട്ട് നമ്മൾ പൊക്കിയിരിക്കും. അളിയൊന്നുമില്ല, എല്ലാവരും ഉണ്ടല്ലോ. ഇന്നലെ രാത്രി ഒരു 1:30 ആയിട്ടുണ്ടാവും. ഞാനൊന്ന് മൂത്രമൊഴിക്കായിരുന്നേറ്റതാ. ദാ ഇവിടെ ഒരു പിടുത്തം, ശ്വാസം നിന്നുപോയി. അതവിടെ നിൽക്കട്ടെ, അളിയനൊന്നും കൂടെ വന്നേ. ഏതവിടെ നിക്കട്ടെ എന്ന് എന്റെ ശ്വാസം